കഴിഞ്ഞ ഒരു ദശാബ്ദമായി സ്മാർട്ട് ഫോൺ വ്യവസായം വലിയ സാങ്കേതിക മുന്നേറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. എന്നാൽ 2020 കാലഘട്ടമായപ്പോഴേക്കും സ്മാർട്ട് ഫോൺ വിപണി വലിയൊരു സ്തംഭനാവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു. പുതിയ ഫോണുകൾ വിപണിയിൽ ഇറങ്ങുന്നുണ്ടായിരുന്നെങ്കിലും അവയെല്ലാം കാഴ്ചയിൽ ഒരുപോലെയായിരുന്നു. ആപ്പിളിന്റെ ഐഫോണിനെ അന്ധമായി അനുകരിക്കുക എന്നത് മാത്രമായിരുന്നു മിക്ക ആൻഡ്രോയിഡ് കമ്പനികളുടെയും ലക്ഷ്യം. ഫ്ലാറ്റ് എഡ്ജുകൾ, വലിയ ക്യാമറ ബമ്പുകൾ, ഗ്ലാസ് ബാക്കുകൾ എന്നിങ്ങനെ ഡിസൈനുകളെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ തോന്നിപ്പിച്ചു. ഇതിനിടയിലാണ് കാൾപേ എന്ന പേര് വീണ്ടും ശ്രദ്ധ നേടുന്നത്. വൺപ്ലസ് എന്ന അതികായനായ ബ്രാൻഡിന്റെ സഹസ്ഥാപകനായിരുന്നു അദ്ദേഹം. വൺപ്ലസിനെ സ്മാർട്ട് ഫോൺ ലോകത്തെ ഏറ്റവും മികച്ച ബ്രാൻഡുകളിൽ ഒന്നാക്കി മാറ്റിയതിനു ശേഷം 2020 ഒക്ടോബറിൽ കാൾപേ ആ കമ്പനി വിട്ടു. ആ തീരുമാനം ടെക് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. കാരണം വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു കമ്പനി ആരും പെട്ടെന്ന് ഉപേക്ഷിക്കില്ല. എന്നാൽ കാൾപേയ്ക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. സാങ്കേതിക വിദ്യ കൂടുതൽ സുതാര്യവും മനുഷ്യജീവിതവുമായി അലിഞ്ഞു ചേരുന്നതുമാകണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഫോണുകൾ കേവലം സ്പെസിഫിക്കേഷൻസിന്റെ പേരിലല്ല, മറിച്ച് ഡിസൈനിന്റെയും അത് നൽകുന്ന ഉപയോഗക്ഷമതയുടെയും പേരിൽ അറിയപ്പെടണം. ഈ ആശയത്തിൽ നിന്നാണ് 2020 ഒക്ടോബറിൽ നത്തിങ് എന്ന പുതിയ കമ്പനി ജനിക്കുന്നത്. സാങ്കേതിക വിദ്യ ഒരു തടസ്സമാകാതെ ഒന്നുമില്ലാത്തതുപോലെ അത്രയും സ്വാഭാവികമായി അനുഭവപ്പെടണം എന്നതായിരുന്നു ഈ പേരിന് പിന്നിലെ തത്വം. മറ്റുള്ളവർ മെഗാ പിക്സലുകൾക്കും ബെഞ്ച്മാർക്ക് സ്കോറുകൾക്കും പിന്നാലെ ഓടിയപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഡിസൈൻ കൊണ്ട് മാത്രം വിപണി പിടിച്ചെടുക്കാൻ കാൾപേ തീരുമാനിച്ചു. 1.5 വർഷത്തെ കാത്തിരിപ്പിനും ഡിസൈനിങ്ങിനും ശേഷം 2022 നത്തിങ് തങ്ങളുടെ ആദ്യ സ്മാർട്ട് ഫോണായ നത്തിങ് ഫോൺ 1 അവതരിപ്പിച്ചു. സ്മാർട്ട് ഫോൺ ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതുമ അതിനുണ്ടായിരുന്നു. ഫോണിന്റെ പിൻഭാഗം പൂർണ്ണമായും ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചത്. അതിനാൽ ഫോണിനുള്ളിലെ ഘടകങ്ങൾ ഉപയോക്താക്കൾക്ക് കാണാൻ സാധിച്ചു. എന്നാൽ അതിനേക്കാൾ വലിയ അത്ഭുതം ഫോണിന്റെ പിന്നിലുണ്ടായിരുന്ന ഗ്ലിഫ് ഇന്റർഫേസ് ആയിരുന്നു. 900-ൽ പരം LED ലൈറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ സംവിധാനം വെറും ഒരു അലങ്കാരമായിരുന്നില്ല. ഫോൺ സൈലന്റ് മോഡിൽ ആയിരിക്കുമ്പോൾ ആരാണ് വിളിക്കുന്നത് എന്ന് ലൈറ്റുകളുടെ വ്യത്യസ്ത പാറ്റേൺ നോക്കി മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിച്ചു. അതുപോലെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററി ലെവൽ കാണിക്കാനും ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷിന് പകരം ഒരു സോഫ്റ്റ് ലൈറ്റ് നൽകാനും ഗ്ലിഫ് ഇന്റർഫേസ് സഹായിച്ചു. ഡിസൈൻ പോലെ തന്നെ ജനങ്ങളെ ആകർഷിച്ചത് ഫോണിന്റെ വിലയായിരുന്നു. $399, അതായത് ഏകദേശം 32,000 രൂപ എന്ന ആകർഷകമായ പ്രാരംഭ വിലയിലാണ് ഫോൺ വിപണിയിലെത്തിയത്. അക്കാലത്ത് ഇരട്ടി വിലയുണ്ടായിരുന്ന ഐഫോൺ 13 നൽകുന്നതിന് സമാനമായ ഒരു പ്രീമിയം അനുഭവമാണ് ഫോൺ 1 നൽകിയത്. മികച്ച OLED ഡിസ്പ്ലേ, വയർലെസ് ചാർജിംഗ്, ഒട്ടും പരസ്യങ്ങളില്ലാത്ത ക്ലീൻ ആയ സോഫ്റ്റ്വെയർ ആയ നത്തിങ് OS, ഇവ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. മറ്റ് ബ്രാൻഡുകളെ പോലെ ആവശ്യമില്ലാത്ത ആപ്പുകൾ നിറച്ച് ഫോൺ സ്ലോ ആക്കുന്ന പരിപാടി നത്തിങ് ചെയ്തില്ല. ഈ സവിശേഷതകൾ കാരണം മുൻകൂർ ബുക്കിംഗ് ആരംഭിച്ച് വെറും 48 മണിക്കൂറിനുള്ളിൽ 1,00,000-ലധികം ആളുകളാണ് ഈ ഫോണിനായി രജിസ്റ്റർ ചെയ്തത്. വിലക്കുറവല്ല, മറിച്ച് വിപണിയിലെ മറ്റു ഫോണുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായതുകൊണ്ടാണ് ആളുകൾ നത്തിങ് ഫോൺ 1 സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത്. ആദ്യ ഫോണിന്റെ വൻ വിജയത്തിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് 2023 ജൂലൈയിൽ കമ്പനി തങ്ങളുടെ രണ്ടാമത്തെ ഫോൺ നത്തിങ് ഫോൺ 2 അവതരിപ്പിച്ചു. ആദ്യ ഫോണിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് ഇത് എത്തിയത്. കൂടുതൽ കരുത്തുറ്റ പ്രൊസസർ, മികച്ച ക്യാമറ, വേഗമേറിയ ബാറ്ററി ചാർജിംഗ് എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഗുണനിലവാരം കൂടിയതിനൊപ്പം വിലയും $599 വർദ്ധിച്ചു. വില കൂടിയെങ്കിലും നിലവാരമുള്ള ഒരു ഫോൺ തന്നെയായിരുന്നു അത്. ഇതിനുശേഷം കുറഞ്ഞ ബഡ്ജറ്റിൽ ഫോൺ വാങ്ങുന്ന സാധാരണക്കാരെ ലക്ഷ്യമിട്ട് നത്തിങ് ഫോൺ 2A, ഫോൺ 2A+ എന്നീ മോഡലുകൾ കമ്പനി പുറത്തിറക്കി. വളരെ കുറഞ്ഞ വിലയിൽ നത്തിങ്ങിന്റെ തനത് ഡിസൈനും സോഫ്റ്റ്വെയർ അനുഭവവും ഈ ഫോണുകളിൽ ലഭ്യമാക്കി. ഈ തന്ത്രം വലിയ വിജയമായി മാറി. ഫോൺ 2A സീരീസിന്റെ ആദ്യ ദിവസത്തെ വിൽപ്പന തന്നെ 1,00,000 യൂണിറ്റുകൾ കടന്നു. ഇതോടെ വിപണിയിൽ നത്തിങ് എന്ന ബ്രാൻഡിന്റെ പേര് കൂടുതൽ ശക്തമായി. ഉപയോക്താക്കളുടെ പ്രതീക്ഷകളും വാനോളം ഉയർന്നു. തുടർച്ചയായ വിജയങ്ങൾക്ക് ശേഷം പുതിയൊരു വിപ്ലവത്തിനായി ഉപഭോക്താക്കൾ കാത്തിരുന്നു. നീണ്ട 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2025 ജൂലൈയിൽ നത്തിങ് ഫോൺ 3 അവതരിപ്പിച്ചു. എന്നാൽ ആരാധകരുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിയുന്നതായിരുന്നു ആ ലോഞ്ച്. ആദ്യത്തെ പ്രശ്നം ഫോണിന്റെ ഡിസൈൻ തന്നെയായിരുന്നു. നത്തിങ്ങിന്റെ ഐഡന്റിറ്റി ആയിരുന്ന ഗ്ലിഫ് ലൈറ്റുകൾക്ക് വലിയ മാറ്റം സംഭവിച്ചു. മുൻപുണ്ടായിരുന്ന മനോഹരമായ ലൈറ്റ് പാറ്റേണുകൾക്ക് പകരം പിൻഭാഗത്ത് ഒരു ചെറിയ വട്ടത്തിലുള്ള മാട്രിക്സ് മാത്രമായി അത് മാറി. ക്യാമറകളുടെ സ്ഥാനം ക്രമമല്ലാത്ത രീതിയിലായിരുന്നു. ഈ ഡിസൈൻ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പരിഹസിക്കപ്പെട്ടു. എന്നാൽ ഡിസൈനിനേക്കാൾ വലിയ തിരിച്ചടി നൽകിയത് ഫോണിന്റെ വിലയായിരുന്നു. $799, ഇന്ത്യയിൽ ഏകദേശം 80,000 രൂപ എന്ന വളരെ ഉയർന്ന വിലയ്ക്കാണ് നത്തിങ് ഫോൺ 3 എത്തിയത്. അതായത് സാംസങ് ഗാലക്സി അൾട്ര, ഗൂഗിൾ പിക്സൽ പ്രോ, ഐഫോൺ തുടങ്ങിയ ലോകോത്തര ഫ്ലാഗ്ഷിപ്പ് ഫോണുകളോട് മത്സരിക്കുന്ന വില. എന്നാൽ ഈ ഉയർന്ന വിലയ്ക്ക് അവർ ഫോണിൽ നൽകിയത് സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന പ്രൊസസർ ആയിരുന്നു. പകുതി വിലയുള്ള റെഡ്മി, IQ, റിയൽമി ഫോണുകളിൽ ലഭിക്കുന്ന സാധാരണ പ്രൊസസറാണിത്. കുറഞ്ഞ വെളിച്ചത്തിലുള്ള ക്യാമറയുടെ പ്രകടനവും മറ്റു വില കൂടിയ ഫോണുകളെ അപേക്ഷിച്ച് വളരെ മോശമായിരുന്നു. അമിത വില ഈടാക്കുന്ന ഒരു ഉൽപ്പന്നമായി ഇത് വിലയിരുത്തപ്പെട്ടു. കമ്പനി തങ്ങളെ കബളിപ്പിച്ചതായി ഉപയോക്താക്കൾക്ക് തോന്നി. വില നിശ്ചയിച്ചതിൽ വലിയ പിഴവ് സംഭവിച്ചെന്ന് കമ്പനിക്ക് വൈകാതെ മനസ്സിലായി. ഇന്ത്യയിൽ 80,000 രൂപയ്ക്ക് വിറ്റ ഫോണിന്റെ വില വെറും 40 ദിവസത്തിനുള്ളിൽ കമ്പനി 65,000 രൂപയായി കുറച്ചു.
പിന്നീട് അത് 47,000 രൂപയായും 2025 ബിഗ് ബില്യൺ ഡേ സെയിലിൽ വെറും 38,000 രൂപയായും കുത്തനെ ഇടിഞ്ഞു. ലോഞ്ച് ചെയ്ത വിലയുടെ പകുതിക്കും താഴെ ഫോൺ വിൽക്കേണ്ടി വന്നത് നത്തിങ് കമ്പനിക്കുണ്ടായ വലിയൊരു ദുരന്തത്തിന്റെ നേർചിത്രമായിരുന്നു. നത്തിങ് ഫോൺ 3യുടെ പരാജയത്തിന് മുൻപ് തന്നെ ചില തെറ്റായ തീരുമാനങ്ങളിലൂടെ കമ്പനി ഉപയോക്താക്കളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയിരുന്നു. 2023 നവംബറിലാണ് നത്തിങ് ചാറ്റ്സ് എന്ന ഫീച്ചർ കമ്പനി അവതരിപ്പിച്ചത്. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് ആപ്പിളിന്റെ iMessage ലഭ്യമാക്കും എന്നതായിരുന്നു വാഗ്ദാനം. എന്നാൽ ആപ്പിളിന്റെ ഔദ്യോഗിക അനുമതിയോടെ ആയിരുന്നില്ല അവർ ഇത് ചെയ്തത്. പകരം ഉപയോക്താക്കളുടെ ആപ്പിൾ ID ഒരു തേർഡ് പാർട്ടി സെർവറിൽ ലോഗിൻ ചെയ്യിപ്പിച്ച് മെസ്സേജ് കൈമാറുന്ന കുറുക്ക് വഴിയാണ് അവർ സ്വീകരിച്ചത്. ഇതിൽ യാതൊരുവിധ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതായത് ഉപയോക്താക്കളുടെ സ്വകാര്യ സന്ദേശങ്ങളും ഫോട്ടോകളും ചോർത്തിയെടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. സുരക്ഷ നൽകുമെന്ന് പറഞ്ഞിറക്കിയ ഒരു ആപ്പ് ഉപയോക്താക്കളുടെ പ്രൈവസിയെ വലിയ അപകടത്തിലാക്കി. വിവരമറിഞ്ഞതോടെ കടുത്ത പ്രതിഷേധമുയർന്നു. വെറും 24 മണിക്കൂറിനുള്ളിൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് പിൻവലിക്കാൻ കമ്പനി നിർബന്ധിതരായി. നത്തിങ് ചാറ്റ്സിനേക്കാൾ ജനങ്ങളെ രോഷാകുലരാക്കിയ ഒന്നായിരുന്നു 2025 മാർച്ചിൽ ഇറങ്ങിയ എസൻഷ്യൽ സ്പേസ്. സ്ക്രീൻഷോട്ടുകൾ, വോയിസ് നോട്ടുകൾ, റിമൈൻഡറുകൾ എന്നിവ എളുപ്പത്തിൽ ഒരുമിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു AI സംവിധാനമായിരുന്നു ഇത്. ഫോൺ വാങ്ങുമ്പോൾ ഈ ഫീച്ചർ തികച്ചും സൗജന്യമാണെന്ന രീതിയിലാണ് കമ്പനി പരസ്യം ചെയ്തത്. എന്നാൽ ഒരു വർഷത്തെ സൗജന്യ ഉപയോഗത്തിന് ശേഷം ഇത് ഉപയോഗിക്കാൻ പ്രതിവർഷം ഏകദേശം 10,000 രൂപ നൽകണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടു. പണം ഈടാക്കുന്നതിന് പകരം ഇത്തരം നിബന്ധനകൾ തുടക്കത്തിൽ ഉപയോക്താക്കളിൽ നിന്ന് മറച്ചുവെച്ചു എന്നതാണ് ജനങ്ങളെ ചൊടിപ്പിച്ചത്. ഇതൊരു വലിയ വഞ്ചനയായി മാറി. പുറത്തുനിന്നുള്ള കണക്കുകൾ നോക്കുമ്പോൾ നത്തിങ് അതിവേഗം വളരുന്ന ഒരു കമ്പനിയാണെന്ന് തോന്നും. 2024 റിപ്പോർട്ടുകൾ പ്രകാരം ഒരു വർഷം കൊണ്ട് 500% വളർച്ച നേടിയ ബ്രാൻഡായിരുന്നു നത്തിങ്. സ്മാർട്ട് ഫോണുകളും ഓഡിയോ ഉപകരണങ്ങളും ഉൾപ്പെടെ 2024 വരെ ഏകദേശം 7 മില്യൺ ഉപകരണങ്ങൾ അവർ വിറ്റഴിച്ചിട്ടുണ്ട്. കമ്പനിയുടെ വിൽപ്പന $1 ബില്യൺ അടുത്ത് എത്തുകയും ചെയ്തു. എന്നാൽ സ്മാർട്ട് ഫോൺ ലോകത്തെ വമ്പന്മാരായ ആപ്പിളും സാംസങ്ങുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കണക്കുകൾ വളരെ ചെറുതാണ്. സാംസങ് ഒരു ക്വാർട്ടറിൽ വിൽക്കുന്നത് 50 മുതൽ 60 മില്യൺ വരെ ഫോണുകളാണ്. അതായത് നത്തിങ് അവരുടെ തുടക്കം മുതൽ ഇതുവരെ വിറ്റ ഫോണുകളെക്കാൾ കൂടുതൽ ഫോണുകൾ ഈ വലിയ കമ്പനികൾ ഏതാനും ആഴ്ചകൾ കൊണ്ട് വിൽക്കും. മാത്രമല്ല നത്തിങ് ഇപ്പോഴും സാമ്പത്തികമായി ലാഭമുണ്ടാക്കുന്ന ഒരു കമ്പനിയല്ല. നിക്ഷേപകരിൽ നിന്ന് ലഭിക്കുന്ന വൻ തുകകൾ ഉപയോഗിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. 2023 $96 മില്യൺ, 2025 $200 മില്യൺ അവർ ഫണ്ടായി സമാഹരിച്ചു. കമ്പനിയുടെ നിലനിൽപ്പ് പൂർണ്ണമായും പുതിയ മോഡലുകളുടെ വിൽപ്പനയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഫോൺ 3യുടെ പരാജയം കമ്പനിയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ പുതിയ ഫോൺ ഇറക്കുമ്പോൾ അഭിമാനത്തോടെ വിൽപ്പന കണക്കുകൾ പറഞ്ഞിരുന്ന കമ്പനി നത്തിങ് ഫോൺ 3യുടെ വിൽപ്പന വിവരങ്ങൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല എന്നത് അവരുടെ പരാജയം ഉറപ്പിക്കുന്നു. ഒരു പിടി മികച്ച ആശയങ്ങളുമായി വന്ന് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു ബ്രാൻഡാണ് നത്തിങ്. എന്നാൽ ഉപയോക്താക്കളുടെ പ്രതീക്ഷകൾക്ക് മുകളിൽ അമിത വില ഈടാക്കിയതും തെറ്റായ ബിസിനസ് തീരുമാനങ്ങളും വിവാദങ്ങളും ആ ബ്രാൻഡിന്റെ ശോഭ കെടുത്തി. നത്തിങ് ഫോൺ 3 എന്ന ഒരൊറ്റ ഉൽപ്പന്നം കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറി. എന്നിരുന്നാലും ഈ കമ്പനിയെ അത്ര പെട്ടെന്ന് എഴുതിത്തള്ളാൻ സാധിക്കില്ല. കാരണം അതിന്റെ അമരക്കാരൻ സാക്ഷാൽ കാൾപേയാണ്. തെറ്റുകളിൽ നിന്ന് പഠിക്കാനും ശക്തമായി തിരിച്ചു വരാനും അദ്ദേഹത്തിന് കഴിവുണ്ട്. OnePlus എന്ന വലിയ ബ്രാൻഡ് പടുത്തുയർത്തിയ അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് തന്നെയാണ് നത്തിങ്ങിന്റെ ഇപ്പോഴത്തെ ഏക പ്രതീക്ഷ. നഷ്ടപ്പെട്ട ജനങ്ങളുടെ വിശ്വാസം തിരിച്ചെടുക്കുകയും പഴയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ നത്തിങ്ങിന് ഇനിയും ശക്തമായി തിരികെ വരാൻ സാധിക്കും. വരും നാളുകളിൽ കാൾപേ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും നത്തിങ് എന്ന ബ്രാൻഡിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.